ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ലേശം കടുകിടാം. ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം. നമ്മളിപ്പോൾ ഒരു 2 മുട്ടയ്ക്കുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കണം. നമുക്ക് സവാള കറിവേപ്പില ഇട്ട് കൊടുക്കുക. സവാളയുണ്ട്, കറിവേപ്പിലുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് വഴണ്ടി കിട്ടും. നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നമ്മൾ ചേർത്ത് ചെയ്ത് കേട്ടോ. ഒരിടത്തരം തക്കാളി എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത് നന്നായി പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ചതിട്ട് കൊടുക്കുക. നമ്മളൊരു തക്കാളി കാണിച്ചില്ലേ ഞാൻ, അത് അരച്ചതാണ് കേട്ടോ. ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് നന്നായി വഴണ്ടി കിട്ടണം. തക്കാളിയൊക്കെ വഴണ്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. മസാല ഏകദേശം മൂത്തിട്ടുണ്ട്, ഒന്നും കൂടി ആവാം. ഇത് ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിക്കണത്. നമ്മൾ ഇതിനൊരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു. ഇതിൽ കുറച്ച് ഉപ്പിടുക. നമ്മൾ ഉള്ളി വഴറ്റണയില ഉപ്പിട്ടിട്ടുള്ളൂ. ഇതിൽ കുറച്ച് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മളിങ്ങനെ കറിയിലേക്ക് തന്നെ ഒഴിക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മുട്ടകൾ കേടായിട്ടുണ്ടാവും. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പം എപ്പോഴും ഒരു പാത്രം വെച്ചിട്ട് മുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. ഇതുപോലെ നമുക്ക് മുട്ട ഇങ്ങനെ ഓരോന്നും പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങനെ ഒഴിക്കുക. നമ്മളിത്തിരി തീ കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. വല്ലാണ്ട് കയ്യിലല്ല, കുറച്ച്. നമ്മൾ 2 മുട്ടയാണ് ഉണ്ടാക്കണം. അടുത്ത മുട്ട ഒഴിച്ചു ഞാൻ അടച്ചു വെച്ച് കൊടുക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊരു പച്ചമുളക് കീറിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഓരോന്നും നമുക്ക് തിരിച്ച് കിട്ടും. കറി വാങ്ങി വയ്ക്കും. നമ്മുടെ മുട്ടക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ നല്ല അടിപൊളി കറിയാണ്. പുട്ടിനൊക്കെ കഴിക്കാം. പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ മുട്ടക്കറി ചപ്പാത്തി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.